ഇവിടുത്തെ വെള്ളം ഇപ്പോഴും ഉണങ്ങില്ല. നോക്കി തോട്ടി നോക്കി വെള്ളം This is not dustbin. Even crows are smarter than letters. Don't throw waste here. അങ്ങനെ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും നമ്മൾ നമ്മുടെ ഹൈറേഞ്ച് വനമേഖലയിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ നേര്യമംഗലം വനമേഖലയിൽ നിന്ന് ഇനിയും നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഈ വനമേഖലയുടെ പല പല ഭാഗങ്ങളിലുള്ളതായ വീഡിയോസാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നും നമ്മളൊരു പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗങ്ങളിലേക്ക്, വെള്ളച്ചാട്ടമല്ലേ നമ്മളെല്ലാവരും കാണുന്നുള്ളൂ, പക്ഷേ ഈ വെള്ളച്ചാട്ടം എവിടുന്ന് ഉത്ഭവിക്കുന്നു എന്ന് നമ്മളാരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അത് കാണാൻ നമ്മൾ സമയം മെനക്കെട്ടിട്ടുമില്ല. എന്നാൽ ഇന്ന് നേര്യമംഗലത്തെ പ്രശസ്തമായ ഒരു ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം അത് എവിടുന്ന് വരുന്നു എന്ന് നമുക്ക് കാണാനുള്ളൊരു ആകാംക്ഷയോടുകൂടി ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രോത്സാഹനമാണ് നമുക്ക് വീഡിയോ ഇടുന്നതിനുള്ള പ്രേരണയായിട്ട് തീരുന്നത്. അങ്ങനെ നമ്മൾ വനമേഖലയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കൊടും ചീയപ്പാറ വെള്ളച്ചാട്ടം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊടും ഭീകരത നിറഞ്ഞ ഉൾക്കാട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാടിൻ്റെ മധ്യത്തിലായിട്ട് കുറച്ച് ഭാഗങ്ങളിൽ വീടുകൾ നമുക്ക് കാണാം. ഉല്ലാസയാത്ര ബസ്സാണ് എന്ന് പറയുന്നത്. എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. അധികം മനുഷ്യവാസമില്ലാത്ത ഈ സ്ഥലത്ത് കണ്ട ഒരേ ഒരു ചേച്ചിയോട് വിശദ വിവരങ്ങൾ അന്വേഷിക്കാം. ചേച്ചി വീഡിയോ എടുക്കുന്ന പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, പറഞ്ഞോളൂ ചേച്ചി. ചേച്ചിയുടെ കഥ പറഞ്ഞോ ചേച്ചി കേട്ടോ. ചേച്ചിയുടെ കഥ എന്ന് പറഞ്ഞല്ലേ എൻ്റെ പൊന്നു മോളെ, ഇവിടെ ഞങ്ങളങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഈ മല കയറി ചീയപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്നാണേ. അപ്പോൾ ഇങ്ങനെ വന്ന് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ വന്നപ്പോ ഞങ്ങൾ ചേച്ചിനെ പരിചയം. ഞാനിപ്പോ എന്റെ സ്ഥലമാണ് ഈ കാണുന്നത്. അവിടം വരെയും ഞങ്ങൾ ഈ വനം വെട്ടിപ്പിടിച്ചതാ. അങ്കറോസ് എന്ന് പറയും. അങ്ങനെ വെട്ടിപ്പിടിച്ച് ഞങ്ങളിവിടെ ഒരു ഊഞ്ഞാളൊക്കെ കെട്ടി ഒരു തടാകമുണ്ട് അവിടെ. ഊഞ്ഞാളൊക്കെ കെട്ടി വീഡിയോ പിടിച്ച് ഞാനിങ്ങനെ അയച്ചു കൊടുത്തതാ. മുഴുവനും പോയി. ഓ അത് ശരി. അമേരിക്കയിലൊക്കെ പോയേക്കത്. ഓ ഇതിന് താഴെ അമേരിക്കക്ക് പോയി വീഡിയോ പിടിച്ചു പോയി. ഓ അത് ഇതിന് താഴെയാണ് കെട്ടിയേക്കുന്നത്. ലണ്ടൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയി. ഇപ്പൊ ഞാനിപ്പോ എല്ലാ മനുഷ്യരും കൂടെ നടക്കുവോ? ഓ അത് നല്ല കാര്യല്ലേ. നടക്കാണ്. നല്ലത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് മേരി. മേരി എന്നല്ലേ. ഓക്കെ. ചേച്ചി ബാംഗ്ലൂരൊക്കെ വന്നിട്ടുള്ളതാണെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ബാംഗ്ലൂരൊക്കെ വന്നിട്ടുള്ളതാണെന്ന് ചേച്ചി പറയുന്നു കേട്ടോ. വന്ന് അതിലേക്ക് അന്ന് അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഓ ശരി ശരി. ചന്ത ഉണ്ടല്ലോ, അവിടെ ഒരു ബോംബ് സ്ഫോടനം. ഓ ആ കാലഘട്ടത്തിലാണ്. ഞാൻ പേടിച്ചു പോയി. ഓടിക്കളഞ്ഞു. തന്നെ പാനൊന്നും അറിയില്ല. ഞാൻ ഓടി അവിടുന്ന്. ഓക്കെ ഓക്കെ. സാധനം പോയതാ. അപ്പൊ അങ്ങനെ ഇതാണ് എന്റെ വീട്. അതാണ് അതിനുള്ളിലാണ് ചേച്ചിയുടെ വീടെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോയില്ല. എപ്പോ വേണമെങ്കിലും എല്ലാ ടൂറിസ്റ്റുകൾക്കും വന്ന് ആസ്വദിക്കാൻ, കുളിക്കാൻ, തോടുണ്ട്, വെള്ളമുണ്ട്, എല്ലാം വളരെ നല്ലൊരു പ്ലേസ് ആണ് ഈ പ്ലേസ്. ഈ സ്ഥലത്തിന് പേര് പ്രത്യേകിച്ചുണ്ടോ? ചീയപ്പാറ കമ്പിലേൻ. ചീയപ്പാറ കമ്പിലേൻ. ചീയപ്പാറ കമ്പിലേൻ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം. ഇതിന് താഴേക്ക് പോയാൽ വെള്ളച്ചാട്ടം ഉണ്ട്. അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ. ശരി ചേച്ചി, അപ്പൊ ഞങ്ങൾ താഴേക്ക് പോയിട്ട് വരട്ടെ കേട്ടോ. താഴെ വരും. ഓക്കെ. ചേച്ചി നമ്മുടെ കൂടെ വരാന്നാണ് പറയുന്നത്. അതെ അല്ലേ. കണ്ട ഇതാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെ. നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്. നമുക്ക് പൊന്നു ചേച്ചി പറയുന്നത് കേട്ടോ. അപ്പൊ ചേച്ചി ഞങ്ങൾ പോവാന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങൾ താഴേക്ക് കൊണ്ടുവന്ന് വിടാന്ന് പറയുന്നത്. ആ സ്നേഹം എന്ന് പറഞ്ഞാലല്ലോ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് നല്ല സ്നേഹം. വയ്യാതെ കിടന്ന ഞാനും എന്റെ ചേട്ടനും ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോ അതുങ്ങള് ഞങ്ങളെ സഹായിച്ച് കടയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ പള്ളിന്ന് അച്ഛനിങ്ങനെ വന്നൊരു അച്ഛൻ കാല് സുഖാക്കി അതുപോലെ വീണ് കിടന്ന ഞങ്ങള് കടയൊക്കെ പിടിച്ചേൽപ്പിച്ചു. ഇവിടെ വന്ന മനുഷ്യരുടെ രക്ഷയാണ്. എന്റെ കർത്താവ് ഒരു കൊച്ചു
ഇതിലെ വന്നപ്പോ എന്റെ പൊന്നുമോളെ ഒരു ഗതിയും പരിഗതിയില്ലായിരുന്ന സമയമായിരുന്നു. കൊച്ചു വന്നിട്ട് എന്റെ ഭർത്താവ് ചേച്ചി ഇവിടെ നിൽക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. എന്റെ വീടൊക്കെ കണ്ടു കേട്ടൊക്കെ പോന്നിട്ട് അതങ്ങൾ പോയി അടിമാലി പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് എനിക്ക് ഇവിടെ തന്നിട്ട് ഒരു 2 പോലി ചോറ് അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റിച്ചേർന്നു. ഓ അത് ശരി. അത് എത്ര വർഷമായി ഞങ്ങൾ രക്ഷപ്പെടുത്തി? ഇപ്പൊ 3 വർഷമായി. ഓ ശരി. നിങ്ങൾ ഇടയ്ക്കൊക്കെ വരും. ഇന്നലെ ഒരു കൂട്ടർ വന്നു ഒരു പ്രസന്റേഷൻ എനിക്ക് വന്നു. മറക്കാൻ കഴിയില്ല. അപ്പോ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി പറയുന്ന ചേച്ചിയിൽ ഇവിടെ വന്ന് കണ്ട് ചേച്ചി കാണുന്ന ആൾക്കാരൊക്കെ തിരിച്ച് ചേച്ചിയെ കാണാനായിട്ട് വരുമെന്നാണ് ചേച്ചി പറയുന്നത്. എന്നോട് ഈ ബദാം പരിപ്പ്, ഈന്തപ്പഴം, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ ഒരു ഇതിനകത്താക്കി ഡപ്പയിലാക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഓ ശരി ശരി. ഭർത്താവേ എനിക്ക് മാറില്ല. സത്യം പറഞ്ഞ കരഞ്ഞു പോയി. അത് കണ്ടപ്പോ അതാണ് നമുക്ക് സ്നേഹം എന്ന് പറയുന്നത്. ഒരു നിവൃത്തിയിലാണ് എല്ലാം അതിന്റെ അകത്ത് പൈസയും വെച്ചേക്കാം ആഘോഷിക്കാൻ. അതെ ഇങ്ങനെയാണ് നമ്മള് ഈ പാറക്കൂടെ കണ്ടിട്ട് ഇറങ്ങുന്നത്. സൂക്ഷിച്ചൊക്കെ നമ്മൾ ഇറങ്ങി പോണം. ഇവിടെ വെച്ച് മറന്നു പോയിട്ടോ ആ ഫോണ് ഞാൻ ഇരിച്ചു കൊടുക്കും. അതല്ല കണ്ടോ ചേച്ചി പറയുന്നത് കേട്ടോ. ഇവിടെ വെച്ച് ഫോണൊക്കെ മറന്നു പോകുന്നവരുടെയൊക്കെ ചേച്ചി എടുത്തു കൊടുക്കൂന്നാണ് പറയുന്നത്. എടുത്തവിടെ വെച്ചിരിക്കും. എനിക്ക് തിരിച്ചു വന്നു എന്നാന്ന് പറയാമോ? 5000 രൂപ ഭർത്താവ് ഓണത്തിന്റെ തലവെക്കും. ഓ ഞങ്ങൾ അടിച്ചു പൊളിച്ചു സന്തോഷമായിട്ട്. ഇങ്ങനെ വേണം നമ്മൾ ഇറങ്ങി പോകാൻ ഇതിലെ കൂടെ. അതിലെ പോകുന്നതാണോ? ഞാൻ ഇതിലെ പോയപ്പോ ചേച്ചി പറഞ്ഞു അതിലെ വരായിരുന്നല്ലേ. വരാം ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ. അവരൊക്കെ ഞാൻ പരിഹരിക്കും. എന്റെ പേര് പറഞ്ഞാണ്ടല്ലോ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാരും അറിയും. ഒരു കുഴപ്പവും ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകാരുണ്ട് കേട്ടോ. താഴെയൊക്കെ കുളിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതുണ്ടോ ആ പിള്ളേരെ കുളിക്കുന്നുണ്ട് താഴെ. കണ്ടോ ഈ തോടങ്ങനെ താഴേക്ക് പോവുക കേട്ടോ. ഒന്നും മുങ്ങിയിട്ടല്ലേ. ചേച്ചി മുന്നേ പോയിട്ടുണ്ട്. നമുക്ക് വഴികാട്ടിയായിട്ട് ചേച്ചി മുന്നോട്ട് പോയിട്ടുണ്ടേ. ഇതിലെ വഴി അതിലെ പോകുന്നേ. അതിലെ പോയാൽ അവിടെ ഒരു ഇടുങ്ങിയിരിക്കുന്ന കല്ലുണ്ട്. ഓ ആ കല്ലിന്റെ പുറത്ത് ആൾക്കാർ കയറി ഇന്ന് ഗ്രാമവാദം കല്ല് താഴോട്ട് പോകും. ഓ ശരി. ഈ വെള്ളം ചാടി കണ്ടോ, വെള്ളച്ചാട്ടം കണ്ടോ. നമ്മൾ ഇതിലെ ഇറങ്ങി ഈ കല്ലെ കൂടെ ഇറങ്ങി ചേച്ചി നമ്മളെ കാണിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കൂടെ എങ്ങനെ കണ്ടോ. ഇങ്ങനെ ചെരിഞ്ഞ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് പിന്നെ മറു സൈഡിലേക്ക് ഇങ്ങനെ ചെരിയണം. കണ്ടോ ചേച്ചി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. തെന്നി വീഴാതെ എങ്ങനെ പോകണമെന്ന് ചേച്ചി നമ്മളെ കാണിച്ചു തരുന്നു. കണ്ടോ. അതെയോ? അത് ശരി ചേച്ചി. പോയത് ഓ ഓ അത് ശരി. താഴെ കാണുന്ന സ്ഥലം ചേച്ചി ചേച്ചിയുടെ ഒക്കെ കടാന്ന് പറഞ്ഞില്ലേ? ഇത് വാളറക്കുത്തല്ല, ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇവിടെ കണ്ടോ അറ്റത്തേക്ക് എടുത്തോ. കണ്ടോ നമ്മൾ എത്ര അഗാധത്തിലാണ് കാണുന്നത്. ചീയപ്പാറ വെള്ളച്ചാട്ടം അല്ലെ? ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ട് അവിടുന്ന് ഇതിലേക്ക് കയറി ഞങ്ങൾ നടന്ന ഇതിലെ കയറി കിടക്കും. അതിലേക്ക് കയറി വരായിരിക്കും അല്ലേ? ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെയൊക്കെ പോണം. ആ പൂക്കൾ കണ്ടോ, അതൊക്കെ മരുന്നത്. കുട്ടികളെല്ലാം കുറച്ചുപേർ വെള്ളത്തിൽ ചാടാനുള്ള ഊഴം കാത്തു നിൽക്കുന്നു. കുറച്ചുപേർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയായാലും ഈ വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ആരോഗ്യകരമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നല്ല കുളിയൊക്കെ പാസ്സായ ശേഷം ഒരു കൊടും വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വനം ചെന്നെത്തുന്നത്
എല്ലാവരും വളരെ കേട്ടറിവുള്ള വളരെ പ്രശസ്തമായ ഒരു ഗ്രാമത്തിലേക്കാണ്, മാമലക്കണ്ടം എന്ന ഗ്രാമത്തിലേക്കാണ് ഈ വനപാത കടന്നു പോകുന്നത്. നമുക്ക് വന്യമൃഗങ്ങളെ കണ്ണിൽ പെടുമോ എന്നറിയില്ല. കണ്ണിൽ പെട്ടാൽ അത് നമ്മുടെ ഒരു ചാൻസായി നമുക്ക് കരുതാം. എല്ലാവിധ വന്യമൃഗങ്ങളുടെയും വിഹാര കേന്ദ്രമാണ് ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായ ഈ റോഡെന്ന് പറയുന്നത്. ആനകൾ ഇഷ്ടം പോലെ ഏത് സമയത്ത് നമ്മൾ പോയാലും ഈ റോഡിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ രാത്രികാലങ്ങളിൽ ഈ റോഡിൽ കൂടെ പോകുന്നത് അത്ര സുരക്ഷിതമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ മാമലക്കണ്ടം സ്കൂളിലെത്തി. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങൊരു വെള്ളം ഒഴുകി വരുന്നൊരു ചാല് കണ്ടോ മലമണ്ടയിൽ കൂടെ, അതാണ് ഈ മാമലക്കണ്ടം സ്കൂള് ഹൈലൈറ്റ് ആകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്.